കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. നഴ്സിംഗ് സ്റ്റാഫ് ഷിജിയുടെ ക്വാർട്ടേഴ്സാണ് കത്തിയത്. അടുക്കള പൂർണ്ണമായും കത്തി നശിച്ചു. വിവരങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുകയാണ്. ആകാശ്, തീപിടുത്തത്തിനുള്ള സാഹചര്യം എന്തായിരുന്നു? അതുകൂടാതെ അവിടെ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ലിൻഷ, ഒരു 11 മണിയോട് കൂടിയാണ് ഇവിടെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സാണ്. ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ അടുക്കള ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിനാൽ തന്നെ അടുക്കള ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അടുപ്പിൽ വെള്ളം വെച്ചിരുന്നു, വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ ഇവിടുന്ന് മാറുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന വിറകിന് തീ പിടിക്കുകയും അത് വലിയൊരു തീ പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ 2 ഗ്യാസ് കുറ്റികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്താൽ തന്നെ ആ ഗ്യാസ് കുറ്റികളിലേക്ക് തീ പടർന്നിട്ടില്ല. അതിൻ്റെ മുകളിൽ വരെ തീ കത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് തന്നെ ഈ വീട്ടിൽ 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ 3 പേരും ഈ തീ കത്തുന്നത് കണ്ടപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ കൊണ്ട് തന്നെ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആളായിരുന്നു, ഈ സംഭവ സമയത്തുണ്ടായിരുന്ന ആളായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ഇപ്പം ഞങ്ങളെല്ലാവരും പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം അച്ഛൻ രാവിലെ എനിക്ക് കുളിക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു വെള്ളത്തിന് സ്പാർക്ക് കയറിയിട്ട് ആ ഞങ്ങൾ വിറക് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി കത്തി ഗ്യാസ് കുറ്റിൻ്റെ മുകളിലേക്ക് കത്തിയിട്ട് വീണ് അങ്ങനെ അവിടുന്ന് സ്മോക്ക് കയറി. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങളെല്ലാവരും ഉറക്കാനും അറിഞ്ഞില്ല. എൻ്റെ ബ്രദർ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും അവിടെ സ്മോക്ക് വരുന്നു, ഇങ്ങനെ തീ കത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങി ഓടുകയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ച് ഒരുപാട് നാൾ വിളിച്ച് എടുത്ത്. അപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്ത് മാറ്റിയിട്ട് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ടായിരുന്നു. അപ്പം കത്തി കയറിയാൽ പൊട്ടി തെറിക്കും ഉറപ്പായിട്ടും. അപ്പോൾ പിന്നെ വിറകെല്ലാം ആ ഗ്യാസിൻ്റെ മുകളിൽ വീണുകൊണ്ട് നമുക്കൊന്നും പിന്നെ ചെയ്യാനുമില്ല, കാരണം ഹീറ്റ് കയറി നമ്മൾ പൊട്ടി തെറിക്കുകയുള്ളൂ. അപ്പം പിന്നെ റിസ്ക് എടുക്കാൻ തന്നെ ഞങ്ങൾ വിളിച്ച് ഉടനടി എത്തി. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? നാശനഷ്ടം അടുക്കള ഫുള്ള് പോയിട്ടുണ്ട്. വീട് ഏകദേശം കുളമായിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്നും വേറെ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. വേറെ വഴിയില്ല. എന്തായാലും വലിയ അപകടമാണ് ആകാശ് ഉണ്ടായിരിക്കുന്നത്. ജീവന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു ആശ്വാസകരമായ കാര്യം. വിവരങ്ങളാണ് ആകാശ് നൽകിയത്.